ശ്രീമദ് ഭഗവത്ഗീത സാംഖ്യയോഗത്തിലെ 7-ാമത്തെ ശ്ലോകം. കാർപ്പണ്യദോഷോ പകതസ്വഭാവ പൃച്ഛാമിത്വാന്തർമ്മ സമൂഢചേതാഹ യശ്രേയശാനിശ്ചിദം ബ്രൂഹി തന്മേ ശിഷ്യത്തേഹം ശാതിമാന്ത്വാം പ്രപന്നം. ദീനത കാരണം ദുഷിക്കപ്പെട്ട സ്വഭാവത്തോടു കൂടിയവനും ധർമ്മത്തെ വിവേചിച്ചറിയാൻ കഴിയാത്ത ബുദ്ധിയോടു കൂടിയവനുമായ ഞാൻ അങ്ങയോട് ചോദിക്കുന്നു, ഞങ്ങൾക്ക് നിശ്ചയമായും ശ്രേയസ്കരമായിട്ടുള്ളതെന്തോ അത് എന്നോട് പറഞ്ഞാലും. ഞാൻ അങ്ങയെ ശരണം പ്രാപിച്ചിരിക്കുന്നു, എന്നോട് ഉപദേശിച്ചാലും. ദീനത എന്ന് പറഞ്ഞാൽ, ചാബല്യം എന്ന് പറഞ്ഞാൽ അത് മനസ്സിൻ്റെ ഒരു ദൗർബല്യമാണ്. കാർപ്പണ്യദോഷം എന്ന് പറഞ്ഞാൽ അജ്ഞാനം കൊണ്ട് ആവരണം ചെയ്യപ്പെട്ട ബുദ്ധിയോട് കൂടിയവൻ എന്നർത്ഥം. ശരിയും തെറ്റും തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയാണ് കാർപ്പണ്യദോഷം എന്ന് പറയുന്നത്. പൊടി പിടിച്ച കണ്ണാടിയിൽ മുഖം തെളിഞ്ഞ് കാണാത്തതുപോലെ മനോവിഭ്രാന്തി കൊണ്ട് എന്താണ് എനിക്ക് വേണ്ടതെന്ന് അല്ലെങ്കിൽ വേണ്ടാത്തതെന്ത് എന്ന് തിരിച്ചറിയുവാൻ കഴിയുന്നില്ല. എൻ്റെ കണ്ണിൻ്റെ കാഴ്ച മങ്ങുന്നത് പോലെ തോന്നുന്നു. അല്ലയോ കൃഷ്ണ, എന്താണ് ഞാൻ ചെയ്യേണ്ടത്, എന്താണ് ശരി എന്ന് എന്നോട് പറഞ്ഞാലും. പുറത്തുനിന്ന് നോക്കിയാൽ ഒരാൾ നല്ല വിദ്യാസമ്പന്നനും കർമ്മകൗശലനുമൊക്കെ ആയി കണ്ടേക്കാം. എന്നാൽ ജീവിതത്തിലെ ഒരു കടുത്ത പ്രതിസന്ധിയെ, ഒരു വെല്ലുവിളിയെ നേരിടേണ്ടി വരുമ്പോൾ അത് സഹിക്കാനും ക്ഷമിക്കാനും കഴിയാതെ ഇത്തരം വിദ്യാസമ്പന്നന്മാരായിട്ടുള്ളവർ പോലും ആത്മഹത്യ ചെയ്യുന്നത് കാണാം. ബാഹ്യമായിട്ടുള്ള അറിവും പ്രൗഢിയും ഒന്നും ചിലപ്പോൾ ചില പ്രതിസന്ധി ഘട്ടത്തിൽ നമ്മെ രക്ഷിച്ചെന്ന് വരില്ല. അതിനു വേണ്ടത് ആന്തരികമായ മനക്കരുത്താണ്. മനോബലമില്ലെങ്കിൽ ബാഹ്യമായ മറ്റെന്തെല്ലാം ഫലങ്ങൾ ഉണ്ടായാലും, ആൾക്കൂട്ടമുണ്ടായാലും, പേരും പ്രശസ്തിയുമൊക്കെ ഉണ്ടായാലും ചിലപ്പോൾ അതൊന്നും തന്നെ നമുക്ക് സമാധാനം തന്നെന്ന് വരില്ല. ഇവിടെ അർജുനൻ ബില്ലാളി വീരനായി അറിയപ്പെടുന്ന ഒരാളാണ്. എന്നാൽ അർജുനൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? അദ്ദേഹത്തിൻ്റെ ശക്തിയും കരുത്തുമെല്ലാം ചോർന്നു പോയിരിക്കുന്നു. അത്യന്തം ദുർബലനായിരിക്കുന്നു. ഒരു വിഷാദിയായി തീർന്നിരിക്കുന്നു. ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിൽ എത്തിച്ചേർന്നിരിക്കുന്നു. മനസ്സ് തളർന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ശരീരവും തളർന്നു. ഒരാൾ തൻ്റെ കരുത്തും ദൗർബല്യവും ഒക്കെ തിരിച്ചറിയുന്നത് ഒരു പ്രതികൂല സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോഴാണ്. ഒരു സിംഹം ഒരു ആട്ടിൻകുട്ടിയായ അവസ്ഥയാണ് ഇപ്പോൾ അർജുനന് വന്ന് പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ വലിയ കഴിവുള്ളവനാണ്, അറിവുള്ളവനാണ്, വിദ്യാസമ്പന്നനാണെന്നൊന്നും പറഞ്ഞ് നമ്മൾ അഹങ്കരിക്കാനൊന്നും ആരും നോക്കേണ്ട. ഇത്തരമൊരു പ്രതികൂല സാഹചര്യം വരുമ്പോഴേ നമ്മൾ എത്രമാത്രം വളർന്നിട്ടുണ്ട്, എത്രമാത്രം മനക്കരുത്തുണ്ട് എന്ന് നമുക്ക് തിരിച്ചറിയുവാൻ കഴിയുകയുള്ളൂ. ഒരു സമ്പാദ്യവും ഇല്ലെങ്കിലും മനോബലമുള്ളവൻ തന്നെയാണ് ഈ ലോകത്തിലെ ഭാഗ്യവാൻ. അല്ലെങ്കിൽ എന്തെല്ലാം ഉണ്ടായാലും മനക്കരുത്തില്ലെങ്കിൽ ഇത്തരം സാഹചര്യത്തിൽ എന്താണ് ചെയ്യേണ്ടതെന്നറിയാതെ നിലവിളിക്കും. ഇവിടെ അർജുനൻ്റെ നിസ്സഹായ അവസ്ഥ നമ്മൾ കണ്ടില്ലേ. ഇപ്പം കൃഷ്ണനോട് ചോദിക്കുകയാണ്, എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല എന്നാണ് ബില്ലാളി വീരനായ അർജുനൻ പറയുന്നത്. മുഴുവൻ യോദ്ധാക്കളും അർജുനൻ്റെ ബലത്തിലാണ് അണിനിരന്നിരിക്കുന്നത്. അങ്ങനെയുള്ള അർജുനനാണിപ്പോൾ എനിക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല, മനസ്സ് തളർന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് നിലവിളിക്കുന്നത്. നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ നോക്കാം എന്താണ് സംഭവിക്കുന്നത് എന്ന്.